സംസ്ഥാന സ്കൂൾ കലോത്സവം ആവേശപ്പോരിൽ കലാമാമാങ്കം അവസാനിക്കാൻ ഒരു ദിനം മാത്രം അവശേഷിക്കെ ഇഞ്ചോടിഞ്ച് മത്സരം. സമാപനത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ കണ്ണൂരാണ് മുന്നിൽ. തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടുമാണ്. കലോത്സവ വിശേഷങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ഉണ്ട് കലോത്സവ നഗരിയിൽ നിന്ന്. അഞ്ജു, ഇനി ഒരൊറ്റ ദിവസം കൂടി ഉള്ളൂ, നാലാമത്തെ ദിനമാണ്. ഇപ്പോഴും കണ്ണൂർ കപ്പ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് മത്സര ഇനങ്ങൾ? ഇന്ന് എന്തെങ്കിലും മാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആതിര, സൂപ്പർ ഹിറ്റ് മത്സരങ്ങളാണ് വേദികളിലൊക്കെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനപ്രിയ ഇനങ്ങളായിട്ടുള്ള മൂകാഭിനയം, ഒപ്പം തന്നെ മോണാക്ട്, മിമിക്രി ഉൾപ്പെടെയുള്ള കലാവിരുന്നുകൾ ആളുകൾക്ക് മുന്നിലെത്തിയപ്പോൾ അതിൽ വലിയ തരത്തിലുള്ള ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു പല വേദികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായിട്ട് ഇന്ന് നാടൻപാട്ട് പോലുള്ള ഇനങ്ങളാണ് വേദികളിലേക്ക് എത്താൻ പോകുന്നത്. അതിനും ഇതേ ജനത്തിരക്ക് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച്, അതായത് വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല സംഘാടന മികവോടുകൂടിയാണ് ഇത്തവണ തലസ്ഥാനത്തെ കലോത്സവം പുരോഗമിക്കുന്നത്. അതിനെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ കപ്പടിക്കുമോ, അതോ തൊട്ടു പിന്നിലുള്ള കോഴിക്കോടും തൃശ്ശൂരും ഇഞ്ചോടിഞ്ച് അവരോട് ഏറ്റുമുട്ടി മറികടക്കുമോ എന്നൊക്കെ ആവേശത്തോടു കൂടി നോക്കിയിരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാകുമോ എന്നൊന്നും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മത്സര ഇനങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മാനവീയം വീതിയിലാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ വുമൻസ് കോളേജിൽ ഒരു വേദിയുണ്ട്. ഒപ്പം അത്തരത്തിൽ ഓരോ വേദികളിലും അല്പസമയത്തിനകം ഈ വേദി ഉണരും. ഈ കലകളൊക്കെ ഈ ആരംഭിക്കും. അതിനു മുമ്പ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു തിരക്കാണ്. നമുക്ക് അവരോട് കൂടി ഒന്ന് ചോദിക്കാം. ചേട്ടാ, കലോത്സവം കാണാൻ എത്തിയതാണോ? കാണാൻ വന്നതാ. എവിടുന്ന് വരാ? ഞാൻ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര തന്നെ, പക്ഷെ ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്, നടനാണ്. ഇപ്പൊ എന്ത് കാണാനാണ് ഇന്ന് വന്നിരിക്കുന്നത്? നാടകം കാണാൻ വേണ്ടി വന്നതാണ്. ഹൈസ്കൂളിൻ്റെ നാടകം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇന്നലെ പന്തളത്തായിരുന്നു പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അതായത് ഇതുപോലെ തന്നെ ആളുകൾ വലിയ തരത്തിൽ ഇങ്ങനെ ഓരോ വേദികളിൽ തേടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് രാവിലെ മാനവീയം വീതിയിലൊക്കെ നിന്നാൽ കാണാൻ പറ്റുന്നത്. നമുക്ക് മറ്റാളുകളോട് കൂടി ചോദിക്കാം ഇവിടെയുള്ളത്. ഈ കലോത്സവം കാണാൻ എത്തിയതാണോ? അല്ല, കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല. കലോത്സവ നഗരിയിലേക്ക് ചില ആളുകളൊക്കെ ഈ മാനവീയം വീതി വഴിയാണ് കടന്നു പോകുന്നത്. ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്ന ഇടം കൂടിയാണ്. ഒരുപക്ഷെ നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ന് വരുന്ന നാടകം, ഹൈസ്കൂൾ വിഭാഗം നാടകമായിക്കോട്ടെ, നാടൻപാട്ടായിക്കോട്ടെ, അങ്ങനെയുള്ള ഇനങ്ങളൊക്കെ ഇന്ന് ആളുകളെ ത്രസിപ്പിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ ഇന്നും തിങ്ങി നിറഞ്ഞ സദസ്സ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആതിര, എന്തായാലും നമുക്കറിയാം മാനവീയം വീതി എന്നൊക്കെ പറയുന്നത് എല്ലാ ആഘോഷങ്ങളുടെയും ആരംഭം. ഒരുപക്ഷെ ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവിടെയും ആളുകളുടെ ഒരു തിരക്കൊക്കെ കാണാൻ സാധിക്കുന്ന ഇടം കൂടിയാണ്. അതിരാവിലെ തന്നെ ഇവിടെ നിന്നിപ്പോൾ നേരത്തെ അല്പം മുമ്പ് നമ്മളൊരു ചേട്ടൻ്റെ സംസാരം കേട്ടതാണ്. അതുപോലെ ആളുകളൊക്കെ ഇവിടുന്ന് തേടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ കലോത്സവം കാണാൻ എത്തിയതാണോ? അല്ല, ഇവിടെ എക്സാം എഴുതാം. ഓക്കെ. കലോത്സവം കാണാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഇങ്ങനെ ആളുകളൊക്കെ ആ വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തൊട്ടടുത്ത് വുമൻസ് കോളേജ് ഉൾപ്പെടെയുള്ള ഇടമാണുള്ളത്. എന്തായാലും വേദികളിൽ മത്സരം അല്പസമയത്തിനകം 9 മണിയോടുകൂടി ആരംഭിക്കുക തന്നെ ചെയ്യും. ആ സമയത്ത് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടകം ഉൾപ്പെടെയാണ് പല വേദികളിലും അരങ്ങേറുന്നത്. അത് കാണാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഹയർ സെക്കൻഡറി വിഭാഗം നാടകങ്ങളൊക്കെ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇരിപ്പിടമില്ലാതെ പലരും നിലത്തിരുന്ന് കണ്ട് പോകേണ്ട സ്ഥിതിയായിരുന്നു പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലാണ് പല വേദികളുടെയും കാഴ്ചകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളുടെ കലോത്സവങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മത്സര ഇനങ്ങൾ കഴിയുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ അപ്പീലുകളുടെ ഒരു പെരുമഴയൊക്കെ കാണാം. ഇത്തവണ നാടകം ഉൾപ്പെടെ അവസാനിക്കുമ്പോൾ 2 അപ്പീലുകൾ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അധികം വൈകലുകളില്ല. എല്ലാ മത്സരങ്ങളും കൃത്യമായിട്ട് ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് ഇത്തവണത്തെ സംഘാടക മികവും കലോത്സവത്തിൻ്റെ ഒക്കെ പെരുമയൊക്കെ എടുത്തു പറയാൻ പറ്റുന്നത്. മാത്രമല്ല, ഒരു ഡിജിറ്റൽ കലോത്സവം കൂടിയാണ് ഇത്തവണത്തേത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. ഒറ്റ ക്ലിക്കിൽ വിരൽ തുമ്പിൽ എല്ലാം അറിയാൻ സാധിക്കുന്ന കലോത്സവം. അങ്ങനെ എല്ലാം കൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു കലോത്സവ വിരുന്ന് തന്നെയാണ് തലസ്ഥാന നഗരിക്കുള്ളത്. ഇനി ഏറെ സങ്കടം എന്ന് പറയുന്നത് ഇനി ഒരു ദിവസം മാത്രമാണല്ലോ ഉള്ളത് എന്നതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ആൾക്കൊക്കെ നമുക്ക് അറിയാം, ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തലസ്ഥാനത്ത് ഈ IFFK ഉൾപ്പെടെയുള്ള പല
ഫെസ്റ്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഒരു ഉത്സവം എന്ന് വേണം ഈ കലോത്സവത്തെ തന്നെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഈ കൗമാരകല നാളെ ഒരു ദിവസം കൂടി മാത്രം അവശേഷിക്കെ അത് എല്ലാ തരത്തിലും അത് ഈ ഞായറാഴ്ച ഉള്ള തിരക്ക് മാത്രമല്ല, തിങ്കളായാലും ചൊവ്വയായാലും ഈ പ്രവൃത്തി ദിനമായാലും ആളുകൾ ഒട്ടും കുറവില്ലാതെ തന്നെ അത് ആസ്വദിക്കാൻ എത്തുന്നു എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇത് തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ ആളുകളുടെ ആസ്വാദന കുറവ് തിരുവനന്തപുരത്ത് പലപ്പോഴും പല വേദികളിൽ കാണുന്നുണ്ട്. ഇത്തവണ അത് മാറ്റുമെന്നത് അതുപോലെ തന്നെയാണ് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ വേദികളിലും നിറഞ്ഞ കയ്യടി ആർപ്പുവിളികളൊക്കെ ഉണ്ടാവുന്നത് ആളുകളിൽ നിന്ന് തന്നെയാണ്. അതും ചുറ്റും തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, ഇത് കാണാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വരുന്നവർ, കാസർഗോഡ് നിന്ന് വരുന്നവർ, ഒപ്പം തന്നെ 63 അതായത് ഈ കലോത്സവം തുടങ്ങിയ ഘട്ടം മുതൽ ഇത് കാണാനെത്തിയ ആൾക്കാരുകൾ, അങ്ങനെ വിവിധ മനുഷ്യന്മാർ വിവിധ ആളുകൾ എത്തിച്ചേരുന്ന മനോഹരമായിട്ടുള്ള ഉത്സവ ലഹരി തന്നെയാണ് തിരുവനന്തപുരത്തെ കലോത്സവത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കണ്ണൂർ തന്നെയാണ് ഈ പോയിന്റ് നിലയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് തന്നെയാണ്. മത്സരം കഴിഞ്ഞ ദിവസം അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തൊട്ടു പിറകിലായിട്ട് കോഴിക്കോടും അതിന് ഒപ്പം തന്നെ തൃശ്ശൂരും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇവരിൽ ആരാവും മുൻപന്തിയിലാവുക? കണ്ണൂർ തന്നെ ഇത്തവണയും കപ്പ് കൊണ്ടുപോകുമോ? കോഴിക്കോട് കപ്പ് കൈവിടാതെ പിടിക്കുമോ എന്നതൊക്കെ ഇത്തവണ ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോഴേക്ക് കാര്യങ്ങളുടെ ഒരു പോക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിജീവനത്തിൻ്റെ കഥ പറയുന്ന, കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു വേദിയായിട്ട് കലോത്സവം മാറുകയാണ്. അത് കുട്ടി കലോത്സവമല്ല, അത് കൃത്യമായി മനസ്സിലാക്കുന്ന എല്ലാം സമൂഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഉൾക്കൊള്ളിച്ച കലാവിരുന്നായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. നാടകമായാലും മോണാക്ട് ആയാലും മൂകാഭിനയമായാലും എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത. ആതിര, അത് തന്നെയാണ്. എന്തായാലും ഇന്ന് 4ാം ദിനമാണ്, ഇനിയിപ്പോൾ ഒരു ദിവസം കൂടി ഉള്ളൂ എന്നുള്ളതാണ്. തലസ്ഥാന നഗരി ഉണർന്നു വരുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ മത്സരം കാണാനൊക്കെ ആയിട്ട്. ഇന്നിപ്പോൾ നാടകമൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഇപ്പോഴും ഈ കലോത്സവം തുടങ്ങുന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള സാഹചര്യം പരിശോധിച്ചാൽ കണ്ണൂർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കോഴിക്കോടും പാലക്കാടും കോഴിക്കോടും തൃശ്ശൂരുമാണ് തോന്നുന്നു തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. എന്തായാലും ഇതിലൊക്കെ മാറ്റമുണ്ടാകുമോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.